എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതെടുക്കുമ്പോഴും ചെറുതായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവരോട് മൊത്തം എത്ര കോസ്റ്റായി ഇത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സർക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ സെർവിക്കൽ സ്റ്റിച്ച് ഇട്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. സെർവിക്കൽ സ്റ്റിച്ച് ഇടാൻ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്നത്. ഇത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സർക്കുലേറ്റ് അല്ലെങ്കിൽ സെർവിക്കൽ സ്റ്റിച്ച് ഇടുന്നത് നമുക്ക് പ്രീ ടൈം ബർത്ത് അല്ലെങ്കിൽ പ്രീ ടൈം ലേബറൊക്കെ മുൻകൂട്ടിയിട്ട് 37 വീക്സിൻ്റെ മുന്നേ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇടുന്ന ചെറിയൊരു സ്റ്റിച്ചാണ്. നമ്മുടെ സെർവിക്സിൻ്റെ ഭാഗത്തിടുന്ന ഒരു സ്റ്റിച്ചാണ് സർക്കുലേറ്റ് അഥവാ സെർവിക്കൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കൂടുതലും ഈ ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി പിന്നെ സിംഗിൾ പ്രഗ്നൻസി ആയ ആൾക്കാർക്കും ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിയിൽ ഷോർട്ട് സർവിക്സ് വരുന്ന ആൾക്കാർക്കും ഈ സെർവിക്കൽ സ്റ്റിച്ച് ഇടുന്നുണ്ട്. സാധാരണ സെർവിക്സിൻ്റെ ലെങ്ത്ത് ഒരു 3.5 to 4 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവുക. ചിലവർക്ക് അത് 2.5 സെൻറ്റിമീറ്ററിനേക്കാൾ താഴെയാവുമ്പോൾ ആണ് ഷോർട്ട് സർവിക്സ് എന്ന് പറയുന്നത്. കാര്യത്തിൽ എനിക്ക് ഈ സെർവിക്കൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം ഇട്ടത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ട്വിൻ പ്രഗ്നൻസിയാണ്, അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. പോകെ പോകെ 5-ാം മാസമായപ്പോഴാണ് ഷോർട്ട് സർവിക്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്. 5-ാം മാസമായപ്പോൾ സർവിക്സിൻ്റെ ലെങ്ത്ത് 2.8 സെൻറ്റിമീറ്റർ ആയി. ജസ്റ്റ് 2.5 ആവാൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു 12 ആഴ്ചയൊക്കെ ആയപ്പോൾ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി, തലേദിവസം പോയി അഡ്മിറ്റായി. രാവിലെ ഒരു ഗ്ലാസ് ചായയും പിന്നെ ബണ്ണ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 1 മണി 1:30 നേരത്താണ് പ്രൊസീജിയർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അവർ ഈ അനസ്തേഷ്യ നൽകിയിട്ടാണ് നമുക്കിത് ചെയ്യണത്. അത് ചെയ്യുമ്പോൾ വേദനയും കാര്യങ്ങളും അങ്ങനത്തതൊന്നും അറിയൊന്നുമില്ല. അവർ അനസ്തേഷ്യ തരും. നട്ടലും തന്നെ കൈമ കൂടെ തന്നെയാണ് അനസ്തേഷ്യ തരുന്നത്. അനസ്തേഷ്യ ചെയ്ത കാരണം നമുക്കതിന് വേദനയും കാര്യങ്ങളൊന്നും ആ ടൈമിൽ അറിയില്ല. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളതൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ മയക്കം വിട്ട് ഇരിക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഇഞ്ചക്ഷൻ എന്തോ കൈയും കൂടെ ഇട്ടു. അപ്പോൾ വേദന കുറഞ്ഞു. പിന്നെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ കുറച്ച് നേരം ഒന്ന് മയങ്ങുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് കയറ്റി ചെയ്തിട്ട് പിന്നെ ഒരു രാത്രി ഒരു വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ടൊക്കെയാണ് റൂമിലേക്ക് മാറ്റുന്നത്. റൂമിലേക്ക് മാറ്റുമ്പോൾ നമ്മളതിനെ അനസ്തേഷ്യ തന്നതിന് ശേഷമാണ് യൂറിൻ ബാഗൊക്കെ എനിക്ക് ഇട്ടുണ്ടായെന്ന് തോന്നുന്നു. ഞാൻ റൂമിൽ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. ആ സംഭവം പിന്നീട് രാത്രിയോട് കൂടിയിട്ടാണ് യൂറിൻ്റെ ബാഗ് ഊരിയത്. അതിൻ്റെ ഇടയിൽ ഇവർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി തന്നെ ഒരു നമ്മുടെ സെർവിക്സിൽ ഒരു പഞ്ഞി പോലത്തെ ഇത് വെച്ചിട്ടുണ്ടാകും. അതെടുക്കുമ്പോഴും ചെറുതായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവരോട് ഡോക്ടറോട് സഹകരിച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ കുറച്ച് എന്താ പറയുക അയ്യോ എന്നൊക്കെ പറഞ്ഞ ഒരു പേടി തോന്നി. പക്ഷെ അത് 2 മിനിറ്റിൻ്റെ കാര്യം അത് അവർ ഊരിയെടുത്തു. അത് ബ്ലീഡിങ് ഉണ്ടോ എന്നറിയാൻ ചെയ്തതായിരുന്നു. ഇതും കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പെയിനും കാര്യങ്ങളൊന്നും പറയാൻ മാത്രം ഈ സ്റ്റിച്ച് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ഫുൾ ബെഡ് റെസ്റ്റ്. അവസാനം 7-ാം മാസമൊക്കെ ആകുമ്പോഴേക്കും കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെ 2 കട്ടൊക്കെ വെച്ചിട്ട് പൊന്തിച്ച് കിടക്കുന്ന രീതിക്കായിരുന്നു ഞാൻ കിടന്നിരുന്നത്. എനിക്ക് ഡെലിവറി ആയത് 34 വീക്കും 6 ഡേയ്സ് ഉള്ളപ്പോഴാണ് ഡെലിവറി ആയത്. അത് വാട്ടർ ബ്രേക്ക് വന്നിട്ടാണ് ഡെലിവറി എമർജൻസി C-സെക്ഷൻ ചെയ്യാൻ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ട ആൾക്കാരെ ഏറ്റവും ബെറ്റർ നന്നായി റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ ആൾക്കാരാണ് വെച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി. കാരണം ഇത് ഇട്ടതിന് ശേഷം പ്രത്യേകിച്ച് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ പോകെ ഇരിക്കും തോറും എന്തൊക്കെ ഇറങ്ങി വരുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റിൽ 10 മിനിറ്റിൽ കൂടുതലൊന്നും എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തറപ്പിച്ച് ഇരിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയായാലും അധികം ഇരിക്കാൻ പാടാണ്ട് കാഷ്വാലിറ്റി വഴി ഡോക്ടറിനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ട്
ഉള്ള കാരണം അധികം നേരം ഇരിക്കാൻ പാടില്ല പറഞ്ഞാൽ ഡോക്ടർ തന്നെ കാഷ്വാലിറ്റി വഴി കയറ്റിയിട്ട് കാണും. അവിടെ ചെന്നാലും നമ്മൾ ഡോക്ടറെ കാണിച്ചെന്നാലും കിടക്ക് തന്നെ ചെയ്യുക, കാഷ്വാലിറ്റി വഴി കിടക്ക് തന്നെ ചെയ്യുക. അപ്പോൾ അത്രയും ഡോക്ടറും നമ്മളെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഇരിക്കാൻ പറയുക, ഒരു കുറച്ച് നേരം അടുപ്പിച്ച് ഇരിക്കാൻ പാടില്ല എന്നാണ്. അത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഇങ്ങനെ ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിരുന്നു, അതിങ്ങനെ ഇറങ്ങി വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കൂടുതലും എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഇത്രയും റെസ്റ്റ് എടുത്ത കാരണമാണ് എനിക്ക് 34 ആഴ്ചയിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഡോക്ടറും പറഞ്ഞിരുന്നത് സാധാരണ 40 ആഴ്ചയും നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി 37 ആഴ്ചയും തികയണം എന്ന് പറയും. പക്ഷേ നമുക്ക് ഈ ട്വിൻ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ 34 ആഴ്ചയും തികഞ്ഞാൽ മതി. എനിക്ക് 34 ആഴ്ച വരെ പോവില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നല്ല റെസ്റ്റും കാര്യങ്ങളും അതുപോലെ അതിനനുസരിച്ചിട്ട് എടുത്ത കാരണമാണ് ഈ 34 ആഴ്ച എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ സർക്കുലേജ് റിമൂവ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ട് ചിലവർ ചിന്തിക്കും ഇത് എങ്ങനെയാണ് എന്നൊക്കെ. സാധാരണ 36-37 ആഴ്ചയായി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വെച്ചെങ്കിൽ റിമൂവ് ചെയ്യുന്നതാണ് കേട്ടിരിക്കുന്നത്. എനിക്ക് എമർജൻസി ആയിട്ട് വാട്ടർ ബ്രേക്ക് വന്നിട്ട് C-സെക്ഷൻ ചെയ്യേണ്ട കാരണം C-സെക്ഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ വേദന അറിഞ്ഞില്ല. C-സെക്ഷൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അത് റിമൂവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പെയിനും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ശ്രമിക്കുന്നവർക്ക് ഇത് പച്ചയ്ക്ക് തന്നെ അവർ റിമൂവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു പെയിൻ എന്തായാലും ഉണ്ടാവും അത് റിമൂവ് ചെയ്യുമ്പോൾ. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മൊത്തം എത്ര കോസ്റ്റായി ഇതിന് എന്നാണ്. നമ്മളും ചിന്തിക്കും എത്രയാണ് ഏകദേശം വരിക എന്നുള്ളത്. ഞങ്ങൾ പലരോടും ചോദിച്ചിരുന്നു എത്ര കോസ്റ്റ് വരിക എന്നൊക്കെ അറിഞ്ഞിട്ടാണ് പോയത്. ഇത് പല ഹോസ്പിറ്റലും പല റേറ്റ് ആവും, അല്ലെങ്കിൽ പല എമൗണ്ട് ആവും നമുക്ക് വരിക. എനിക്ക് സാധാ റൂമും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടും 40,000 രൂപയാണ് വന്നത്. പല ഹോസ്പിറ്റലും പല റേറ്റ്. ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ എനിക്ക് 40,000 രൂപയാണ് ആയത്. 5-ാം മാസത്തിൽ ഒരു 2.8 സെൻറ്റിമീറ്റർ ആയിരുന്നു എൻ്റെ സെർവിക്സിൻ്റെ ലെങ്ത് വെച്ചെങ്കിൽ ഡെലിവറിക്ക് എടുക്കണ 34 വീക്സ് അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും 1.7 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സിംഗിൾ പ്രഗ്നൻസി ആയാലും മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആയാലും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പല റീസൺ കൊണ്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് എൻ്റെ ട്വിൻ പ്രഗ്നൻസിയിൽ വല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.